നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമുക്ക് അബുദാബിയിലൊരു കിട്ടുന്ന സ്ഥലം പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അബുദാബിയിലെ സോൾട്ട് ലേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ആക്ച്വലി ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പോകുന്ന സമയത്ത് ഇങ്ങോട്ടാണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എത്രയോട് കൂടിയിട്ടാണ് പറഞ്ഞത് ചേട്ടൻ ഇങ്ങോട്ടാണെന്ന്. അപ്പോഴേ ഇതാണ് കേട്ടോ ഈ വഴിയൊക്കെ. നമുക്ക് മാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് എത്താനായിട്ട് പറ്റും. പക്ഷെ എന്നാലും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചുറ്റുപാട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ നല്ല തണുപ്പാണ്. നമ്മളിപ്പോൾ ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് എത്താം. കാര്യം നമ്മളിപ്പോൾ ഇറങ്ങുമ്പോഴേക്കും കാലടിയിലേക്ക് ഓർന്നു പോകണു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ. ഈ ചൂടുള്ള സമയത്താകുമ്പോൾ അത്ര പ്രശ്നമില്ലല്ലോ. ഇതിപ്പോൾ ഒരു സൈഡിൽ ഫുള്ള് വെള്ളം, ആ സൈഡിൽ കാണുന്ന വെളുപ്പൊക്കെ അങ്ങനെ വെള്ളം ഇങ്ങനെ തേട്ടി വരുമ്പോൾ പതിഞ്ഞ് കിടക്കുന്ന ഉപ്പുകളാണ് കേട്ടോ. അപ്പോൾ അതേ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അതേ അധികം ഞങ്ങൾ എത്തുന്ന സമയത്ത് അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ അടിയിൽ കാണുന്നത് ഇതുപോലെ ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ചുറ്റിലും ഇങ്ങനെ ചവിട്ടുമ്പോൾ ഇങ്ങനെ താഴ്ന്നു പോകുന്ന തരം സ്ഥലമാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് നടുക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റിഫായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാലൊന്നും താവില്ല, നമുക്ക് സുഖമായി നടക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അവിടെ ചെന്നെത്തിയോടുകൂടി ചാതി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ആയിരുന്നത്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് ലാസ്റ്റ് ഇടാം കേട്ടോ. നല്ല കിട്ടില്ല ഫോട്ടോസാണ്. ഞാനത് പറയാൻ കാരണം ഒത്തിരി പേര് ഇങ്ങനെ പറയണത് കേട്ടു, അവിടെ ഫോട്ടോയിൽ കാണുന്ന ഭംഗിയുള്ളൂ അതല്ലാണ്ട് ഇല്ലയെന്ന്. പക്ഷെ ഒരിക്കലുമല്ല. നമ്മളെപ്പോഴും ഇവിടുത്തെ കോർണിഷും പച്ചപ്പും ഒക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ തോന്നും അതാണ് ഏറ്റവും രസം. പക്ഷേ ഇടയ്ക്കൊരു ചേഞ്ച് വല്ലപ്പോഴും കൂടുമ്പോൾ ഒരു രസം. ഇങ്ങനത്തെ ഒരു ഏരിയ ഈ ഒരു സ്ഥലത്ത് മാത്രമല്ലേ ഉള്ളൂ. കണ്ടോ, നല്ലൊരു രസമാണ് ഈ ഒരു സ്ഥലം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഭാഗത്ത് പോയപ്പോൾ കാല് കുഴിഞ്ഞു പോയി. പക്ഷേ ആ ഒരു പൊന്തി നിൽക്കുന്ന സ്ഥലത്തേക്ക് കൂടെ നടക്കുമ്പോൾ നമുക്ക് നടക്കാനായിട്ട് പറ്റും. അവിടെ എത്തിയിട്ട് നടുക്കിലൊക്കെ പോയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഏരിയ ആണ്. നമുക്ക് പിള്ളേരൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടാണെങ്കിലും വ്യൂസും നല്ല ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇത് ലാസ്റ്റായപ്പോൾ അമ്മേരെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് മോള് വന്ന് നിൽക്കുക. അടിയിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴില്ല നമുക്കിങ്ങനെ പല സീൻസിലും കണ്ടിട്ടില്ലേ മഞ്ഞെടുത്തെറിയുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ. പക്ഷേ നമുക്കിങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ വെള്ളമല്ലേ കിട്ടുക, ഉപ്പല്ലേ. ഇങ്ങനെ കട്ടയായിരിക്കുന്നത് തമ്പുരാനും മാത്രമേ അറിയുള്ളൂ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ വന്ന് ആ നേരം കൊണ്ട് എത്തിയതാണ് ഇങ്ങനെയൊക്കെ. അപ്പം ഞങ്ങളത് കഴിഞ്ഞിട്ടതേ പോവാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ പോണത്. നല്ല ഇത്തിരി വൈകിപ്പോയി. പക്ഷേ ശരിക്കും നട്ടുച്ച സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടും. ഇത്തിരി വൈകിയാൽ ഇത്തിരി ലൈറ്റിങ്ങൊക്കെ കുറയും. അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടില്ല അങ്ങനെ. അപ്പോൾ അബുദാബിയിൽ ആരെങ്കിലും പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ടുള്ള ഫോട്ടോസൊക്കെ അപ്പോൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ജാതി രസമായിരുന്നു. ഒറ്റ ഫ്രെയിമിൽ എല്ലാവരും കൂടിയിട്ട് കിട്ടിയിട്ടേ ഇല്ല. പിള്ളേർ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അങ്ങനെ. അപ്പോൾ സൗകര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ്. പക്ഷേ താഴെ നിന്നൊക്കെ നോക്കുമ്പോൾ ജാതി വൈബ് ഒരു രീതിക്ക്. അപ്പോൾ പിള്ളേരുടെ ചിരിയും കളിയും ഒക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇപ്പോൾ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്താളെ കിട്ടില്ല, അടുത്താളെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും അടുത്താൾ പോയിട്ടുണ്ട്. അങ്ങനെ 3 പേരുമായിട്ടുള്ള ഫോട്ടോസ് തന്നെ ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.